അതെ, ആദ്യം നമുക്ക് നൗഷാദ് മൗലവിന്റെ കെ ഉസ്താദിനോടുള്ള ആ കപട സ്നേഹം കേൾക്കാം. എന്നിട്ട് അതിന് അതിശക്തിയായ ഭാഷയില് കെ വിഭാഗത്തിൽപ്പെട്ട ആ സമസ്തയിൽപ്പെട്ട നവാസ് ദാരിമി ഉസ്താദ് ഒരിക്കലും കെ ഉസ്താദിനോട് കുരുവട്ടൂരികൾക്ക് സ്നേഹമില്ല എന്നും ഉള്ളത് കപട സ്നേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ കെ വിഭാഗത്തിൽപ്പെട്ട ദാരിമി ഉസ്താദ് അതിശക്തിയായിട്ട് കെ ഉസ്താദിന്റെ പേര് പോലും നിങ്ങൾ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നൗഷാദ് മൗലവി അടങ്ങുന്ന കുരുവട്ടൂരികളെ അതിശക്തിയായിട്ട് വിമർശിക്കുന്നതും നമുക്ക് കേൾക്കാം. ആദ്യം നൗഷാദ് മൗലവി. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്, പഴയ കാലത്ത് കെ ഉസ്താദിന്റെ മദ്ഹ് പറയാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട നന്മകൾ പറയാനോ കഴിഞ്ഞിട്ടില്ല ഒരു കാലത്ത്. നമുക്ക് അതിന്റെ ഒരു പാശ്ചാത്താപം കൂടിയാണ് കെ ഉസ്താദിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കജ്ജ മൗലവി അക്കാലഘട്ടങ്ങളിൽ തന്നെ മുനാഫിഖിന്റെ പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക്, ഈ മുനാഫിഖായി നടന്ന നിങ്ങൾക്ക് മഹാന്മാരെ മദ്ഹൊന്നും പറയാൻ കഴിയൂല. എന്നാൽ പി വിഭാഗത്തിൽ നിന്ന് തന്നെ പി വിഭാഗത്തിൽപ്പെട്ട എത്രയോ ഉസ്താദുമാര്, കൂറ്റമ്പാറ ഉസ്താദ്, പേരോട് ഉസ്താദൊക്കെ കെ ഉസ്താദിന്റെ മദ്ഹ് പറയുന്നത് ഈ പിക്കാരനായ ഷാജാൻ എത്രയോ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോഴും പിക്കാരനാണ്. പി വിഭാഗത്തിൽപ്പെട്ട ഉസ്താദുമാര് കെ ഉസ്താദിന്റെ മദ്ഹ് പറയുന്നത് എത്രയോ ഈ ഷാജാൻ കേട്ടിട്ടുണ്ട്. കൂറ്റമ്പാർ ഉസ്താദ് പറയുന്നതും കെ ഉസ്താദൊക്കെ പറയണത്. നിങ്ങൾ അന്ന് തന്നെ മുനാഫിഖിന്റെ പണിയെടുത്ത് നടന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. അല്ലാതെ കെ ഉസ്താദിന്റെ മദ്ഹ് പറയണ്ടെന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. മൗലവി, നിങ്ങളെ മുനാഫിഖ് തരം അന്ന് തന്നെ ഉണ്ട് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി വേറെ എന്തെങ്കിലും പറയണ്ടേ? അതിന്റെ ഒരു പാശ്ചാത്താപം കൂടിയാണ് കെ ഉസ്താദിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പറയണ്ട. കാരണം ഇപ്പോൾ നിങ്ങൾ കെ ഉസ്താദിനോട് ഒരിക്കലും നിങ്ങൾക്ക് സ്നേഹമില്ല എന്നും ആ ഉള്ളത് കപട സ്നേഹമാണ് എന്നുള്ളതൊക്കെ കെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളിഞ്ഞി വരുമ്പോ പരിപാടിക്ക് നിങ്ങൾക്ക് സ്ഥലം കൊടുക്കരുതെന്നും കിട്ടുന്നിടത്ത് വെച്ച് നിങ്ങളെ തച്ചാട്ടണം എന്ന് വരെയാണ് കെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും മഹാന്മാരോട് സ്നേഹമല്ല എന്നുള്ളത് പഴയ കാലത്ത് നിങ്ങൾക്ക് മദ്ഹ് പറയാനും അവരെ മദ്ഹ് ചെയ്യാനൊന്നും ഒരവസരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നിങ്ങളെ, അതും ഒരു കപടതയാണ്. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനം പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് 10-13 വർഷമായി. ഈ 13 വർഷത്തില് ഒരിക്കലെങ്കിലും കെ ഉസ്താദിന്റെ മദ്ഹ് എവിടെയും പറഞ്ഞുണോ? ഇപ്പൊ ഈ 2 മാസമായിട്ടുള്ളല്ലോ, ഇപ്പൊ ഈ 2-3 മാസമായിട്ടുള്ളല്ലോ കെ ഉസ്താദിന്റെ മദ്ഹ് പറയലോ തുടങ്ങിയത്. ഞങ്ങൾ പിടിച്ച് പുറത്താക്കിയിട്ട് 10-13 വർഷം കഴിഞ്ഞു. അന്ന് പറഞ്ഞുകൂടേനോ? എന്റെ അന്ന് പറയരുത്. അപ്പൊ അത് കപടതയാണ് എന്നുള്ളത് കെ വിഭാഗക്കാരും തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ നവാസ് ദാരിമി ഉസ്താദ് അതിശക്തിയായ ഭാഷയിൽ കുരുവട്ടൂരികളെ വിമർശിക്കുന്നത്. നവാസ് ദാരിമി ഉസ്താദ് ഒന്ന് വരട്ടെ. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു തങ്ങളെ എന്നാ പറയുന്നത്. ആരെ കുറിച്ചായി പറയുന്നത്? ഇവര് ഇപ്പം ഇറങ്ങിയത് എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ശംസുൽ ഉലമയുടെ പേരിലാണ് ഇവര് പരിപാടി നടത്തുന്നത്. തടയണം ഈ വിഭാഗത്തെ. ശംസുൽ ഉലമ എന്ന കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ശംസുൽ ഉലമയുടെ പേരിൽ പരിപാടി വെക്കുന്നത് ഇവരെ തടയണം. അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത സ്വപ്നകഥകളും ഇല്ലാത്ത കറാമത്തുകളും പ്രചരിപ്പിക്കാനുള്ള പേരല്ല ശംസുൽ ഉലമയുടെ പേര്. കുരുവട്ടൂരികളെ കെട്ടുകെട്ടിക്കണം. കേൾക്കണ്ടോ? ഇത് കെ വിഭാഗത്തിൽപ്പെട്ട ആ സമസ്തയിൽപ്പെട്ട കെ ഉസ്താദിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന നവാസ് ദാരിമി ഉസ്താദാണ് പറയുന്നത്. തടയണം നിങ്ങളെ. കെ ഉസ്താദിന്റെ പേര് പറഞ്ഞ് നടക്കാൻ പാടില്ല. ഇതാ പറയുന്നത്. മനസ്സിലായോ? അതെല്ലാവർക്കും മനസ്സിലാക്കി. നിങ്ങളെ മുനാഫിക്കത്തരം പറയട്ടെ ഉസ്താദ് ഒന്നുകൂടി. ശംസുൽ ഉലമയുടെ പേരിലാണ് ഇവര് പരിപാടി നടത്തുന്നത്. തടയണം ഈ വിഭാഗത്തെ. ശംസുൽ ഉലമ എന്ന കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ശംസുൽ ഉലമയുടെ പേരിൽ പരിപാടി വെക്കുന്നത് ഇവരെ തടയണം. അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത സ്വപ്നകഥകളും ഇല്ലാത്ത കറാമത്തുകളും പ്രചരിപ്പിക്കാനുള്ള പേരല്ല ശംസുൽ ഉലമയുടെ പേര്. കുരുവട്ടൂരികളെ കെട്ടുകെട്ടിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് മനസ്സിലായോ? കെ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുരുവട്ടൂരികളെ കപട സ്നേഹം. കെട്ടുകെട്ടിക്കണം, തടയണം. നിങ്ങൾ ശംസുൽ ഉലമന്റെ പേര് പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും അവകാശമില്ല എന്നൊക്കെയാണ് കെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത്. ഇനി മാത്രമല്ല നവാസ് ദാരിമി ഉസ്താദ് ഒന്നുകൂടി പറയട്ടെ.
അത് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമസ്ത സയ്യിദുൽ ഉലമയെ ഉൾക്കൊള്ളുന്ന സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് പ്രസിഡന്റും ആലിക്കുട്ടി ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഈ സമസ്തയുടെ അനുയായികളോട് എനിക്ക് പറയാനുള്ളത്, ഇവര് നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും വന്നിട്ട് സ്ഥലം ചോദിച്ചാല് അടിച്ചോടിക്കണം. ഈ വിഭാഗത്തെ അടിച്ചോടിക്കണം. ആരുടെ നേരെയാണ് വിരൽ ചൂണ്ടിയത്? ഇതിന്റെ മുമ്പൊക്കെ വന്നിട്ട് മനസ്സിലായോ? അടിച്ചോടിക്കണം നിങ്ങളെന്ന് അറിഞ്ഞതേ. ഈ കേസാന്റെ മധു പറഞ്ഞിട്ടും കാര്യമല്ല, അതിനും ആളെ കിട്ടൂല നിങ്ങക്ക്. മനസ്സിലായില്ലേ? അല്ല അരിച്ചാലും കോരാൻ പോയിക്കോളി, ആദ്യമൊക്കെ നടക്കുക.